ഇന്നലെയാണ് നമ്മൾ ഹൈഡ്രജൻ ട്രെയിൻ യാത്ര ആരംഭിച്ചത്. ലോകത്ത് 5 രാജ്യങ്ങൾക്ക് മാത്രമാണ് അതിൽ ഒരു സാധ്യതയുള്ളൂ. 5 രാജ്യങ്ങളിലേ ഉള്ളൂ. അതിൽ തന്നെ 5 രാജ്യങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ കാറെന്നാണ് പറയുന്നത്, കാറുകളെ കയറ്റിയുണ്ട്. 3 കാർ 4 കാറൊക്കെ ഉള്ളൂ ലോകത്തെ എല്ലാ രാജ്യങ്ങളും. ഈ 5 രാജ്യങ്ങളിൽ 4 രാജ്യങ്ങളിൽ 8 കാറും 2 ബാറ്ററി കാർ ഉൾപ്പെടെ 10 കാർ അല്ലെങ്കിൽ 10 ചേസുള്ള 10 ബോഗിയുള്ള വളരെ നൂതനമായ ഹൈഡ്രജൻ ട്രെയിൻ ഇന്നലെ നമ്മൾ കണ്ടു. മോദി പ്രധാനമന്ത്രി അത് ഫ്ലാഗ് ഓഫ് ചെയ്തു. അത് നമ്മുടെ വളർച്ചയുടെ വികാസത്തിൻ്റെ ഒരു കാര്യം തന്നെയാണ്. എന്നാൽ ഞാൻ സൂചിപ്പിക്കാൻ പോകുന്നത് അതല്ല. അങ്ങ് വടക്ക് പസഫിക് ഓഷനിൽ എൽനിനോ പ്രതിഭാസം ഉണ്ടായപ്പോൾ ഭാരതത്തിലെ കർഷകർ പട്ടിണിയിലേക്കും ദാരിദ്ര്യത്തിലേക്കും പോയി തുടങ്ങി. ഭക്ഷ്യവിളകളുടെ റാബി വിളയുടെയും ഖാരിഫ് വിളയുടെയും ചോളത്തിൻ്റെയും ഗോതമ്പിൻ്റെയും നെല്ലിൻ്റെയും വിളവെടുപ്പിൽ വലിയ പ്രതിസന്ധിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. 300 ജില്ലകളാണ് വരൾച്ച ബാധിതമായി മാറിക്കൊണ്ടിരിക്കുന്നത്. 115 ജില്ലകളെയാണ് വരൾച്ച ബാധിതമായി പ്രഖ്യാപിച്ചിട്ടുമുള്ളത്. കാർഷിക മേഖലയിലാണ് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി കൊടുക്കുന്നത്. ചോളത്തിന് വളരെ ആഘാതമാണ്. അത് ചെറുധാന്യങ്ങൾക്കും വളരെ വലുതാണ് ആഘാതം. പരുത്തി വലുതാണ് ആഘാതം, വളരെ വലുത് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഗോതമ്പിന് സാമാന്യം വലിയ ഒരു പ്രതിസന്ധിയാണ്. നെല്ലിൻ്റെ പ്രതിസന്ധി വളരെ വലുതാണ്. അതായത് നഷ്ടം വരുന്നത് 36% ചോളത്തിന് നഷ്ടം വരുന്നത്. ചെറുധാന്യങ്ങൾക്ക് 30%, പരുത്തിക്ക് 25%, ഗോതമ്പ് 25%, നെല്ല് 20%. വിളവിൽ വരുന്ന വ്യത്യാസമാണ്. മറ്റു ധാന്യങ്ങളിൽ 19%, കരിമ്പ് 35%. അതുപോലെ തന്നെ ആന്ധ്രയിൽ നെല്ലിനൊക്കെ വലിയ വ്യത്യാസം വരികയാണ്. ഗുജറാത്ത്, മഹാരാഷ്ട്ര, പശ്ചിമ ബംഗാൾ, ബീഹാർ, ഉത്തർപ്രദേശ്, UP, മധ്യപ്രദേശ്, കർണാടക എന്നിവിടങ്ങളിലൊക്കെ വളരെ വലിയ പ്രതിസന്ധിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഐക്യരാഷ്ട്രസഭയുടെ ഭാഗമായിട്ടുള്ള രാജ്യാന്തര സംഘടനയായ UN ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ ചുവന്ന റെഡ് സോൺ മാപ്പുകളുമൊക്കെ തയ്യാറാക്കി പുറപ്പെടുവിച്ചിട്ടുണ്ട്. വളരെ വലിയ പ്രതിസന്ധിയാണ് ഉണ്ടായിട്ടുള്ളത്. 2015-16 ഇതുപോലെ 60 ദശലക്ഷം ആളുകളെയാണ് ലോകത്ത് വരൾച്ച ബാധിച്ചത്. 23 രാജ്യങ്ങളിലായി വലിയ വരൾച്ചയായിരുന്നു. കേരളത്തിലും 16 നമ്മൾ 100-150 വർഷങ്ങൾക്ക് അപ്പുറമുള്ള വലിയ വരൾച്ച കേരളം കണ്ടു. അപ്രതീക്ഷിതമായ അതിതീവ്ര മഴയും ഉണ്ടാകുന്നു എന്നുള്ളതും വലിയ പ്രതിസന്ധിയാണ്. കേരളത്തിൽ പവറിൻ്റെ വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്നു. പക്ഷേ പവർ വാങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട്. 2.5 രൂപയ്ക്ക് 2.25 രൂപയ്ക്ക് 3 രൂപയ്ക്കകത്ത് പവർ വാങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇലക്ട്രിസിറ്റി ഇനിയിപ്പോൾ സുലഭമായി കിട്ടാനാണ് സാധ്യത. എന്നാൽ കൃഷിയുടെയും കുടിവെള്ളത്തിൻ്റെയും മേഖലയിൽ വലിയ പ്രതിസന്ധിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. 61% വയനാട്ടിൽ മഴ കുറഞ്ഞത്. ഒരു വശത്ത് ഉരുൾപൊട്ടലിൻ്റെയും തുരങ്കപാതയിലേക്കുള്ള മണ്ണിടിച്ചിലിൻ്റെയൊക്കെ കഥ നമ്മൾ പറയുമ്പോഴും 61% മഴയാണ് വയനാട് കുറഞ്ഞിരിക്കുന്നത്. പാലക്കാട് 33%, ഇടുക്കിയിൽ 57%, ഡാമുകളിൽ 21% വെള്ളമേ ഉള്ളൂ. 55% വെള്ളം കഴിഞ്ഞ വർഷം ഇതേ മാസത്തിൽ ഉണ്ടായിരുന്നിടത്തു നിന്നാണ് വലിയ മാറ്റമുണ്ടായിരിക്കുന്നത്. ഇടുക്കിയിൽ മൺസൂൺ മഴയിലുണ്ടായിരുന്ന കുറവ് നമ്മുടെ ഏലം ഉൽപ്പാദനത്തെ കൃത്യമായി ബാധിക്കും. പൂവിടൽ വൈകാൻ സാധ്യതയുണ്ട്. കീടബാധ കൂടാനും വലിയ സാധ്യതയാണ്. നെല്ല് വിളവറക്കുന്ന സമയത്ത് പാടങ്ങളിൽ വെള്ളമുണ്ടാകാത്തതും കുരുമുളകിന് ദ്രുതവാട്ടത്തിനുള്ള സാധ്യതയും വളരെ വലുതാണ്. റബ്ബർ കർഷകർക്കും വലിയ പ്രശ്നമാണ്. കേന്ദ്ര കൃഷി മന്ത്രാലയം നൽകിയ മുന്നറിയിപ്പ് 111 ജില്ലകളിൽ അപകട സാധ്യതയുണ്ട്. ഖാരിഫ് ഉൽപ്പന്നങ്ങളിൽ 12% ഇടിവുണ്ടാകാനും മഹാരാഷ്ട്രയിലെ പ്രഗൽ കോളേജ് നടത്തിയ ഗവേഷണ പഠനം പ്രവചിക്കുന്നു. 2015 മൺസൂൺ മഴക്കുറവിൻ്റെ ഖാരിഫ് വിളകളിൽ 10% കുറവുണ്ടായിരുന്നു. ഇനി മറ്റൊരു കാര്യം, കന്നുകാലികളുടെ തീറ്റയുടെ ശേഖരം കൂട്ടാൽ വലിയൊരു പ്രതിസന്ധിയാണ്. പ്രാദേശിക കാലാവസ്ഥാ പ്രവചനവും ദുരന്ത നിവാരണ ഒരുക്കങ്ങളും നടത്തി കുറച്ച് വെള്ളം ഉപയോഗിക്കുന്ന വിത്തുകൾ, കൃഷി കലണ്ടർ ക്രമീകരണം എന്നിവയെല്ലാം നടത്തി വലിയ തയ്യാറെടുപ്പ് നടത്തണമെന്നാണ് ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ 2015 തന്നെ നെല്ലിനും ചോളത്തിനുണ്ടായ കാര്യനാശം പാകിസ്ഥാനിലും ഫിലിപ്പൈൻസിലും
ഇന്തോനേഷ്യയിലും തായ്ലാൻഡിലും അതുപോലെ വിയറ്റ്നാമിലും ഒക്കെ വലിയ ഭീഷണിയാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കർഷകർക്ക് മുൻകൂർ സാമ്പത്തികം ഉറപ്പാക്കുന്നതടക്കമുള്ള മുന്നൊരുക്കങ്ങൾ വേണം എന്നാണ് നിർദ്ദേശം. അപ്പോൾ വലിയ മാറ്റമാണ് പസഫിക് ഓഷനിലെ ഒരു സമുദ്രത്തിലെ എൽ നിനോ എന്ന് പറയുന്നൊരു പ്രതിഭാസം ലോകത്ത് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇത് ലോകരാജ്യങ്ങൾക്കാകെ പ്രതിസന്ധി ഉണ്ടാക്കുന്ന, ഭൂമിക്കാകെ പ്രതിസന്ധി ഉണ്ടാക്കുന്ന രീതിയിൽ ആഗോളതാപനവും ചൂടുമൊക്കെ വർദ്ധിക്കുന്നു. തീർച്ചയായിട്ടും നമ്മുടെ അറബിക്കടലും ബംഗാൾ ഉൾക്കടലുമൊക്കെ വലിയ രീതിയിലാണ് ചൂടാകുന്നത്. അതുകൊണ്ട് തന്നെ വലിയ മഴ കുറഞ്ഞ സ്ഥലത്ത് കുറഞ്ഞ സമയം ഉണ്ടാകുന്ന രീതിയിൽ മഴയിൽ മാറ്റമുണ്ടാകുന്നു. ഇത് വലിയൊരു പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. കർഷകരെയാണ് ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത്. ഭക്ഷ്യക്ഷാമത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്, തൊഴിലില്ലായ്മയ്ക്ക് പോകാൻ സാധ്യതയുണ്ട്. കർഷക ആത്മഹത്യകളൊക്കെ പലപ്പോഴും ഇതിൻ്റെ പേരിൽ ഇവിടെ നടന്നിട്ടുണ്ട്. കാരണം കർഷകർ കൃത്യമായി കുറച്ച് വലിയ കർഷകരായിട്ടുള്ളവർ ലോൺ എടുത്തും അതുപോലെ വായ്പ ഒക്കെ സംഘടിപ്പിച്ചും ബാങ്കിൽ നിന്നൊക്കെ വായ്പ സംഘടിപ്പിച്ചിട്ടാണ് കൃഷി ചെയ്യുന്നത്. പക്ഷേ ഒന്നടങ്കം അവരുടെ കൃഷിപ്പാടങ്ങളും കൃഷിയിടങ്ങളും ഒന്നടങ്കം ഈ കാലാവസ്ഥ ദുരിതം കൊണ്ട് നശിക്കുമ്പോൾ, കാലാവസ്ഥ ഇൻഷുറൻസൊക്കെ ഉണ്ട്, പക്ഷേ എങ്കിലും താൻ നട്ട അല്ലെങ്കിൽ താൻ വളർത്തിയെടുത്ത കായ്കനികളും ചെടികളും സസ്യങ്ങളും വിത്തിനങ്ങളുമൊക്കെ നശിക്കുന്ന കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ, ഒരു ട്രോമ നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയുന്നതല്ല. കർഷകന് മാത്രമേ അത് ഫീൽ ചെയ്യുന്ന കർഷകർക്ക് അത് പറയാൻ കഴിയുള്ളൂ. അപ്പോൾ അത്തരത്തിൽ വളരെ വലിയ ഒരു രാഷ്ട്രീയ, സാമൂഹ്യ, സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണ് രാജ്യം കടന്നു പോകുന്നത്. സംസ്ഥാനവും മൺസൂണിൻ്റെ കവാടമായിരുന്നു കേരളം. നമ്മൾക്ക് ചിരപരിചിതമേ അല്ല, നമ്മൾ സ്വപ്നം പോലും വിചാരിച്ചിരുന്നില്ല ജൂൺ ജൂലൈ മാസങ്ങളിൽ ഇത്രയും മഴ കുറയുമെന്നും ഇങ്ങനെ കറണ്ട് കട്ട് ഇവിടെ ഉണ്ടാകുമെന്നും. കറണ്ട് കട്ട് ഉൾപ്പെടെ, കറണ്ട് കട്ടിന് നമ്മൾ ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. കാരണം ഇതൊരു ചാക്രിക, ഒരു സൈക്ലിക് പ്രോസസ്സാണ്. അപ്പോൾ ആ പ്രോസസ്സിൽ ഒന്നുകിൽ നമ്മൾ കൂടുതൽ കറണ്ട് ഉൽപ്പാദിപ്പിക്കണം. അതിനും ജലവൈദ്യുത പദ്ധതിക്ക് ഇവിടെ ഒരുപാട് പരിമിതികളുണ്ട്. പുയംകുട്ടി പദ്ധതി, മാതിരപ്പള്ളി പദ്ധതിയൊക്കെ നമ്മൾ പല കാരണങ്ങൾ കൊണ്ട്, അതിൻ്റെ ശരിതെറ്റുകൾക്കപ്പുറമുള്ള പല കാരണങ്ങൾ കൊണ്ടത് മുന്നോട്ട് പോകുന്നില്ല. പിന്നെ സോളാറും വേണ്ടത്ര നമുക്ക് പറ്റുന്നില്ല. കുറച്ചൊരു പരിധിക്കപ്പുറം സോളാറും കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നാണ് നമ്മൾ കൂടുതൽ വാങ്ങുന്നത്. അത് വാങ്ങുന്നതിനും റെഗുലേറ്ററി കമ്മീഷൻ്റെ ചില നിയന്ത്രണങ്ങളുണ്ടായിരുന്നു. പക്ഷേ അത് ഇന്നലെ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ കറണ്ട് വരാനാണ് സാധ്യത. എന്തായാലും പ്രതിസന്ധികൾ രൂക്ഷമാണ്. ഈ താൽക്കാലിക ഹ്രസ്വകാല പരിപാടികൾക്കപ്പുറം വളരെ ദീർഘകാലത്തിലുള്ള മാനേജ്മെൻറ്റ് പ്ലാനുകളും വളരെ കൃത്യമായിട്ടുള്ള ഇടപാടുകളും കാർഷിക, കുടിവെള്ള, ശുചിത്വ, ആരോഗ്യ, വൈദ്യുത മേഖലകളിൽ ഉണ്ടായില്ലെങ്കിൽ തീർച്ചയായിട്ടും വലിയ പ്രതിസന്ധിയിലേക്കായിരിക്കും രാജ്യവും കേരളവും നീങ്ങുന്നത്. അതറിഞ്ഞിട്ടുള്ള പുതിയ പരിസ്ഥിതി, പ്രകൃതി സംരക്ഷണ പരിവർത്തനങ്ങൾ എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാകണം.